കേരളത്തിൽ മദ്യം വാങ്ങാനുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാനുള്ള ചർച്ചകൾ സജീവമാകുകയാണ്. മദ്യം വാങ്ങാൻ എത്തുന്നവരുടെ പ്രായം കൃത്യമായി പരിശോധിക്കുന്ന രീതിയിലേക്ക് സർക്കാർ നീങ്ങുന്നുവെന്നാണ് വിവരം. ഇതിനായി കർണാടകയിൽ നിന്നുള്ള നോ ID നോ എൻട്രി മാതൃക കേരളത്തിലും നടപ്പാക്കുന്നതാണ് പ്രധാന പരിഗണന. ഇതിലൂടെ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം ലഭിക്കുന്നത് തടയുകയും നിലവിലെ നിയമം കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഇപ്പോൾ എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയ ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. അന്തിമ തീരുമാനം വന്നാൽ സംസ്ഥാനത്തെ മദ്യവിൽപ്പന കേന്ദ്രങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കാണാനാകും. കേരളത്തിൽ നിലവിൽ മദ്യം വാങ്ങാൻ കുറഞ്ഞത് 23 വയസ്സെങ്കിലും പൂർത്തിയായിരിക്കണം. എന്നാൽ ഈ നിയമം എല്ലാ സ്ഥലങ്ങളിലും ഒരേ രീതിയിൽ പാലിക്കപ്പെടണമില്ല എന്ന വിമർശനം ഏറെ നാളായി ഉയർന്നു വരുന്നുണ്ട്. ചിലയിടങ്ങളിൽ പ്രായം പരിശോധിക്കാതെ തന്നെ മദ്യം വിൽക്കുന്നുവെന്ന പരാതികളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യം ഒഴിവാക്കാനാണ് സർക്കാർ കൂടുതൽ കർശന നടപടികൾ ആലോചിക്കുന്നത്. ഇനി മദ്യം വാങ്ങാൻ എത്തുന്ന ഒരാളുടെ പ്രായത്തിൽ ജീവനക്കാർക്ക് ചെറിയ സംശയം തോന്നിയാൽ തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടാൻ സാധിക്കും. സാധുവായ തിരിച്ചറിയൽ രേഖ കാണിക്കാത്തവർക്ക് മദ്യശാലയിലേക്ക് പ്രവേശനമോ മദ്യം വാങ്ങാനുള്ള അനുമതിയോ ലഭിക്കില്ല. ഇതുതന്നെയാണ് നോ ID നോ എൻട്രി എന്ന രീതിയുടെ പ്രധാന ആശയം. ഈ സംവിധാനത്തിൽ മദ്യം വാങ്ങാൻ എത്തുന്നവർക്ക് ആവശ്യപ്പെട്ടാൽ തിരിച്ചറിയൽ രേഖ കാണിക്കണം. പ്രായം തെളിയിക്കുന്ന രേഖ ഇല്ലെങ്കിൽ മദ്യവിൽപ്പന കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാനോ മദ്യം വാങ്ങാനോ സാധിക്കില്ല. ജീവനക്കാർക്ക് ഒരാളുടെ പ്രായത്തിൽ സംശയം തോന്നിയാൽ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, പാസ്പോർട്ട് തുടങ്ങിയ അംഗീകൃത രേഖകൾ ആവശ്യപ്പെടാൻ സാധിക്കും. രേഖയിൽ നിന്ന് പ്രായം 23 വയസ്സിന് താഴെയാണെന്ന് വ്യക്തമായാൽ മദ്യം നൽകില്ല. ഇത് കർണാടകയിൽ നടപ്പാക്കിയിരുന്ന രീതിയുടെ സാമ്യമുള്ളതാണ്. സമീപകാലത്ത് വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ വിൽപ്പനയെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടന്നിരുന്നു. ഇത്തരം മദ്യങ്ങൾ യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്നുവെന്ന വിമർശനവും ഉയർന്നിരുന്നു. അതിനൊപ്പം പ്രായപരിധി നിയമം കൃത്യമായി നടപ്പിലാക്കുന്നില്ല എന്നും പരാതികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി വിലയിരുത്തിയ ശേഷമാണ് നിലവിലുള്ള നിയമം കൂടുതൽ ശക്തമാക്കാനുള്ള ആലോചന ആരംഭിച്ചത്. നിയമം ഉണ്ടെങ്കിലും അത് കൃത്യമായി പാലിക്കപ്പെടണമെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കേരളത്തിൽ മദ്യം വാങ്ങാനുള്ള പ്രായപരിധി പല ഘട്ടങ്ങളിലായി ഉയർത്തിയിട്ടുണ്ട്. ആദ്യകാലത്ത് മദ്യം വാങ്ങാൻ 18 വയസ്സായിരുന്നു പ്രായപരിധി. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അത് 21 വയസ്സായി ഉയർത്തി. തുടർന്ന് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വീണ്ടും മാറ്റം വരുത്തി പ്രായപരിധി 23 വയസ്സാക്കിയ തീരുമാനം നിലവിലുണ്ടെങ്കിലും എല്ലാ മദ്യശാലകളിലും അത് ഒരേ രീതിയിൽ പാലിക്കപ്പെടുന്നില്ല എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇനി പരിശോധന കൂടുതൽ കർശനമാക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വന്നാൽ മദ്യവിൽപ്പന കേന്ദ്രങ്ങളിലെ ജീവനക്കാർ കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകും. പ്രായം സംശയമുള്ളവർക്ക് നിർബന്ധമായും തിരിച്ചറിയൽ രേഖ ചോദിക്കാം. രേഖ കാണിക്കാൻ കഴിയാത്തവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല. ആവശ്യമെങ്കിൽ മദ്യശാലയിലേക്ക് പ്രവേശനം പോലും നിഷേധിക്കാം. ഇതിലൂടെ പ്രായപരിധി ലംഘിക്കുന്നവർക്ക് മദ്യം ലഭിക്കാനുള്ള സാധ്യത കുറയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളെ എങ്ങനെ ഇത് ബാധിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. 23 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക് നിയമപ്രകാരം മദ്യം വാങ്ങുന്നതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. എന്നാൽ ഇനി മുതൽ തിരിച്ചറിയൽ രേഖ കൈവശം കരുതേണ്ട സാഹചര്യം ഉണ്ടാകാം. പ്രത്യേകിച്ച് പ്രായം കുറവാണെന്ന് തോന്നുന്നവർക്ക് മദ്യശാലയിൽ പോകുമ്പോൾ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID തുടങ്ങിയ രേഖകളിൽ ഏതെങ്കിലും ഒരെണ്ണം കൈവശം വയ്ക്കുന്നത് സൗകര്യപ്രദമായിരിക്കും. അതേസമയം 23 വയസ്സിന് താഴെയുള്ളവർക്ക് നിലവിലുള്ള നിയമപ്രകാരം മദ്യം വാങ്ങാൻ കഴിയില്ല. പുതിയ സംവിധാനം ഈ നിയമം കൂടുതൽ കർശനമായി പാലിക്കാൻ സഹായിക്കും. ഇപ്പോൾ ഈ നിർദ്ദേശം അന്തിമമായി നടപ്പാക്കിയിട്ടില്ല. എക്സൈസ് മന്ത്രി പരിശോധിച്ച ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. തുടർന്ന് മന്ത്രിസഭയുടെ അംഗീകാരവും മറ്റു നടപടികളും പൂർത്തിയായ ശേഷമായിരിക്കും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. അതുകൊണ്ട് നിലവിൽ ഇതൊരു നിർദ്ദേശഘട്ടത്തിലാണ്. എന്നാൽ അംഗീകാരം ലഭിച്ചാൽ സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പന കേന്ദ്രങ്ങളിലും പുതിയ രീതിയിലുള്ള പരിശോധനകൾ ആരംഭിക്കാനാണ് സാധ്യത. മദ്യം വാങ്ങുന്നതിനുള്ള പ്രായപരിധി 23 വയസ്സായി തുടരുമ്പോഴും അത് കർശനമായി നടപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ പുതിയ ലക്ഷ്യം. നോ ID നോ എൻട്രി സംവിധാനം നടപ്പാക്കിയാൽ പ്രായം പരിശോധിക്കുന്ന നടപടികൾ കൂടുതൽ ശക്തമാകും. തിരിച്ചറിയൽ രേഖ ഇല്ലാതെ മദ്യം വാങ്ങുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാകും. യുവാക്കളിലേക്ക് മദ്യം എളുപ്പത്തിൽ എത്തുന്നത് തടയുകയും നിലവിലുള്ള നിയമം ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ മാറ്റം കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നത്. അന്തിമ തീരുമാനം വന്നാൽ കേരളത്തിലെ മദ്യവിൽപ്പന സംവിധാനത്തിൽ മറ്റൊരു പ്രധാന മാറ്റത്തിന് വഴിയൊരുങ്ങും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.